കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചിറ്റപ്പൻ ബന്ധുനിയമനം നടത്തി ആദ്യമേ രാജിവെക്കാൻ പോകേണ്ടി വന്നു അല്ലേ? അത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമിച്ചായിരുന്നു. സർക്കാർ സ്ഥാപനങ്ങളിലെ വലിയ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ചിറ്റപ്പൻ കയറിയ നിയമനം നടത്തി. അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ ആരെയായിരുന്നു? പുള്ളിയുടെ സഹോദരി പുത്രനോ അങ്ങനെ ഭാര്യ സഹോദരി പുത്രനോ മറ്റോ ആണ്. വലിയ പദവി കൊടുത്തു. ചെറിയ പദവിയൊന്നും അല്ല, വലിയ പദവിയാണ്. MD ആയിട്ട് കൊടുത്തു ഏതോ ഒരു ഇതിൻ്റെ അല്ലേ? അതെ. അപ്പോൾ ചിറ്റപ്പൻ എന്ന് പറയുന്നത് EP ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വലിയ വിവാദം ഉണ്ടായി. അതുപോലെ സ്വന്തം മരുമകളെ സ്പീക്കർ ശ്രീമതി സത്യത്തില് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് അവർ. നമ്മുടെ നാട്ടിൽ പലരും ഈ മരുമകളെ പീഡിപ്പിക്കുന്ന അമ്മായിയും ക്രൂരമായി പെരുമാറുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വന്തം മരുമകളെ കുക്കായിട്ടാണ് സ്റ്റാഫില് അടുക്കളയിൽ കുക്കായിട്ട് നിയമിച്ചു. അത് വലിയ ശമ്പളത്തിൽ. പക്ഷേ ഇതിനെയൊക്കെ കടത്തി വെട്ടുന്നു നമ്മുടെ വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റുമായിട്ടുള്ള സണ്ണി ജോസഫ്. സ്വന്തം അളിയനെയാണ് അദ്ദേഹം, സഹോദരനാണല്ലേ. അപ്പോൾ ഭാര്യ സഹോദരൻ ആയിപ്പോയി പിന്നെ എന്നുള്ളതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം അളിയനാണെങ്കിൽ പോലും കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അതെ, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അടിമുടി കോൺഗ്രസ് ആണ്. അടിമുടി കോൺഗ്രസ് ആയ സ്ഥിതിക്ക് പിന്നെ അളിയനെ നിയമിക്കാതെ വേറെ മാർഗ്ഗം. സാധാരണഗതിയിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പദവികളിലെത്തുമ്പോൾ നിയമിക്കാറുള്ള CPM-കാരെയാണ്. അതെ, അതൊരു വളരെ വിചിത്രമായ രസകരമായ ഒരു പ്രതിഭാസമാണ്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കോൺഗ്രസിനെ നമ്മൾ ഭരണത്തിലേറ്റിയത് വളരെയധികം പ്രതീക്ഷകളോടെയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ അകറ്റി നിർത്തുന്നു, സുകുമാരൻ നായർ സമുദായ നേതാക്കളെ അകറ്റി നിർത്തുന്നു, പിന്നെ അതുപോലെ തന്നെ ഇവരെ എല്ലാം ദ്രോഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം അഴിച്ചു പണിയുന്നു, അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളായിരുന്നു ഈ വോട്ട് ചെയ്തവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഇങ്ങനെ പോവും, അതായത് വലിയ സമത്വ സുന്ദരമായ കേരളം മുന്നോട്ട് പോവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അധികാരത്തിലേറിയത് പിന്നാലെ ആരെയൊക്കെ വേണ്ടാന്ന് ജനങ്ങൾ കരുതിയോ ആ ആൾക്കാരെ എല്ലാം ചേർത്ത് പിടിക്കാനുള്ള അവരെല്ലാം അവിടെ തന്നെ തുടരുന്നുണ്ട്, ഭംഗിയായി തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ മന്ത്രിയുടെ പ്രസിഡന്റ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ പല മന്ത്രിമാരുടെയും ഈ പ്രസിഡന്റ് സ്റ്റാഫ് നിയമനം പൂർത്തിയായിട്ടില്ല. ഈ തർക്കം കാരണം ആരാണെന്നുള്ള അപ്പോൾ അവൻ്റെ പൂർവ്വചരിത്രം പരിശോധിക്കണം എന്നുള്ള പ്രശ്നമാണ്. കാരണം ഈ നേരത്തെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതല്ല, പദവി കിട്ടുമ്പോഴത്തേക്ക് പാർട്ടിയോട് ചോദിക്കാതെ CPM പാർട്ടി ലിസ്റ്റ് കൊടുക്കും. പാർട്ടി അനുമതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല, അവർ വ്യക്തികളെ തീരുമാനിക്കാം. പക്ഷേ ഒരു കാലത്ത് കോൺഗ്രസിനെ തല്ലിയവൻ, അതല്ലെങ്കിൽ ദ്രോഹിച്ചവനോ പോലീസ് കേസെടുത്തവനൊക്കെ ആയിരിക്കും ചിലപ്പം പിന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കണമെന്നുള്ളൊരു നിർബന്ധം വന്നതോടുകൂടി ഇപ്പോൾ ഏറ്റവും വെട്ടിലായിരിക്കുന്നത് ഈ മന്ത്രിമാരാണ്. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങി. നിയമസഭയിൽ പല കാര്യങ്ങളും മറുപടി പറയാനൊക്കെ മന്ത്രിമാർ അത് പ്രത്യേകിച്ച് പുതുമുഖങ്ങളെ മന്ത്രി അവർ ശരിക്കും ബുദ്ധിമുട്ടി പോകും. മറ്റൊരു സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടല്ല, അവർക്ക് വലിയ പ്രശ്നത്താപ്പൊന്നും അല്ലെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാനൊക്കെ അറിയാം. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടു. ഇപ്പം മുഖ്യമന്ത്രി അടക്കം പുതുമുഖങ്ങളാണ്. അതിനകത്ത് പുതുമുഖം അല്ലാത്തത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബിയോണും കുഞ്ഞാലിക്കുട്ടിയും നമ്മുടെ മോൻസ് ജോസഫും ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അവർക്ക് മന്ത്രി പദവിയിൽ ഒരു പരിചയവുമില്ല. അങ്ങനെ പലവിധ ആദ്യം MLA പോലും ആയവരാണ്. അതെ, ഇപ്പം ബിന്ദു കൃഷ്ണയും M ലിജുവും ഒക്കെ OJ ജനീഷും ഒക്കെ MLA ആയ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഈ മന്ത്രിസ്ഥാനം കിട്ടി. അതുപോലെ CP ജോൺ. പക്ഷേ CP ജോണ് ഒരു ഗുണമുണ്ടായി. എനിക്ക് തോന്നുന്നു 1-ാം തീയതി തന്നെ KSRTCയിൽ പെൻഷനും ശമ്പളവും കൊടുത്തതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിനെ പക്ഷേ ആരും അത് എനിക്ക് തോന്നുന്നു ഗണേഷിനെ പോലെ PR വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളപ്പം ചോദിക്കേണ്ട കാര്യം സലീംകുമാർ ചോദിച്ച പോലെ, ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫായിട്ട് അളിയനെ നിയമിക്കാമോ? സലീംകുമാർ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫായിട്ട് അളിയനെ അപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. 13 പേരെ നിയമിച്ച കൂട്ടത്തിൽ ഒന്ന് ഇദ്ദേഹമാണ്, ബെന്നി തോമസ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത് അദ്ദേഹം അടിമുടി പിന്നെ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഇത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ല. അതിന് വേറെ എന്തെങ്കിലും പദവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രി പ്രസിഡന്റ് സ്റ്റാഫിൽ ഉൾപ്പെടുത്താം. വേറെ സർക്കാരിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ പോകുന്നുണ്ട്, അവിടെയൊക്കെ ഈ 5 വർഷത്തേക്ക് കോൺട്രാക്ട് ആയിട്ടൊക്കെ ആണെങ്കിൽ വേറെ പദവികൾ കൊടുക്കാം. അവിടെയാണ് ഈ സണ്ണി ജോസഫ് ഒരു ചുത്തനായി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അളിയനെ പിടിച്ച് ഇവിടെ തന്നെ നിയോഗിച്ചത്. സ്വന്തം മന്ത്രിസഭയിൽ അല്ലെ സ്വന്തം മന്ത്രി ഓഫീസിലോട്ട് അളിയനെ ഇത് ചെയ്യുമോ? മാത്രമല്ല അളിയോന്ന് വിളിക്കാം, സാറേന്ന് വിളിക്കാം. അതെ, പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു അളിയന്റെ കഥ വന്നേ കണ്ടായിരുന്നു. BRM ഷഫീറിന്റെ അളിയന്റെ കഥ വന്നേ കണ്ടായിരുന്നു.
ഇല്ല. BRM ഷഫീർ കഴിഞ്ഞ ദിവസം NGO അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ BRM ഷഫീറിൻ്റെ പിന്നെ ഭാര്യയുടെ ആങ്ങളയാണെന്ന് തോന്നുന്നു, ഭാര്യയുടെ ആങ്ങള പോലീസുകാരനാണ്, അന്തം കമ്മിയാണ്. അപ്പം അദ്ദേഹം സന്ദേശ സിനിമ പോലെ തന്നെ അദ്ദേഹം സർവീസിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ടടിച്ച് ഭയങ്കര ദ്രോഹമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങാണ്ട് ഇദ്ദേഹം പറഞ്ഞു, ആ അന്തം കമ്മിയോട് പറഞ്ഞു ഒരു വോട്ട് ചെയ്യണോ, കോൺഗ്രസ്സിന് ഒരു വോട്ട് ചെയ്യണോ. അയാൾ വോട്ട് ചെയ്യത്തില്ല, അത് തീർത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഒരു ദിവസം BRM ഷഫീർ ഈ ഭരണമൊക്കെ മാറി വീട്ടിലിരിക്കുമ്പോൾ അമ്മറത്തിരിക്കുമ്പോൾ അളിയൻ മഴയൊക്കെ നനഞ്ഞ് ഓടി വരും, അളിയനെ സ്ഥലം മാറ്റരുത്, അളിയന് നല്ലൊരു. അപ്പോഴേ BRM ഷഫീർ ഇയാളോട് പറഞ്ഞു, അളിയനും പെങ്ങളും ഒക്കെ വീട്ടിൽ ഒരു കാരണവശാലും തന്നെ അടിക്കാവുന്നതിൻ്റെ പരമാവധി അടിക്കും, തന്നെ ഒരിക്കലും തന്നെ സഹായിക്കത്തില്ല, തന്നോട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് താൻ ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും സഹായിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്തായാലും ഈ പ്രസംഗം വൈറലായതിന് പിന്നാലെ ഇന്നലെ BRM ഷഫീർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിട്ട് പറയാണ്, ആ ഒറ്റ പ്രസംഗത്തോടെ അവരുടെ വീട്ടിൽ വലിയ പ്രശ്നമായി. ഭാര്യ ഭയങ്കര കുഴപ്പമായി, കാരണം അളിയനെ ആട്ടി ഓടിച്ചതിൻ്റെ പേരിൽ ഭാര്യ ഭയങ്കര കുഴപ്പമായി. ഈ മുറിയിൽ ക്യാമറ ഉള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. എന്താണെങ്കിലും അങ്ങനത്തെ അളിയന്മാരെ ആട്ടി ഓടിക്കുന്ന അളിയന്മാർ ഇവിടെ സിനിമയില് ഒരു മന്ത്രി, ഒരാളുടെ മന്ത്രിയാക്കിയിട്ട് ഇഞ്ചി കൃഷിക്കാരനെ പിടിച്ച് മന്ത്രിയാക്കിയിട്ട് പാർട്ടി നേതാവ് ആരെന്ന് ഞങ്ങൾ മറന്നുപോയി. അത് ഇയാൾക്ക് എപ്പോഴും ഇഞ്ചിയെ കുറിച്ച് ചിന്തിക്കും, വേറൊന്നും അറിയില്ല പുള്ളി. അപ്പൊ അതുപോലെ അങ്ങനെ അളിയന്മാരുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു അളിയൻ വ്യത്യസ്തനായത്. സ്വന്തം അളിയൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും താൻ അയാളോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെയ്യാത്തത് കൊണ്ടും അയാളുടെ ട്രാൻസ്ഫർ ചോദിച്ചപ്പോൾ അയാളെ ആട്ടി ഓടിച്ച അളിയനാണ് BRM ഷഫീർ. അതേസമയം സ്വന്തം അളിയൻ അടിമുടി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തെ എടുത്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയ ആളാണ് നമ്മുടെ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വൈദ്യുതി മന്ത്രി. അത് ഈ പണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ യാതൊരു അനന്തരവൻ എന്തോ സഹായം ചെയ്യുന്ന ഒരു വ്യാജ വാർത്ത വന്നു. അപ്പോൾ അച്യുതാനന്ദൻ അങ്ങനെ ചെയ്യില്ലല്ലോ ഒരിക്കലും, അദ്ദേഹം ആർക്കും അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവസാനം അദ്ദേഹം പാർട്ടി വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനന്തരവന്മാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് അജ്ഞാതനായ അനന്തരവനായിരുന്നു. ചിലപ്പോൾ അയാളെങ്ങനെ ചെന്ന് ഞാൻ അനന്തരവനെന്ന് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ ഈ ബന്ധു നിയമനം എപ്പോഴും അബദ്ധമാണ്. ബന്ധു നിയമനത്തിന് ഒരിക്കലും പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഈ പറയുന്ന സ്വന്തം അളിയനെ പിടിച്ച് സ്വന്തം ഓഫീസിൽ നിർത്തി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇനി അളിയൻ നല്ലവനായിരിക്കാം, ഒരുപക്ഷെ അളിയൻ കാരണം പേരുദോഷം ഉണ്ടായി മന്ത്രിസഭ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക. അതാണ് ഇപ്പോൾ എന്താണെങ്കിലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് അല്ലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന് വളരെ എന്താ ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. അത് ഒരിക്കലും ഒരു മന്ത്രിക്ക് ചേർന്ന ഒരു പൊതുപ്രവർത്തകന് ചേർന്ന പണിയായിട്ടില്ല. അളിയൻ അടിമുടി കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനി വേണ്ട അളിയൻ സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചായിക്കോട്ടെ, സ്വന്തം വീട് മുഴുവൻ കോൺഗ്രസിന് ദാനം ചെയ്തവനായിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ഈ അളിയൻ മന്ത്രിയായിരിക്കുമ്പോൾ സമയത്ത് ആ അളിയൻ്റെ കൂടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി പറ്റുന്നത് ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വേണമെങ്കിൽ ഈ അളിയന്മാർ തമ്മിൽ ഒരു ബാർട്ടർ സമ്പ്രദായം ചെയ്യായിരുന്നു. സണ്ണി ജോസഫ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയോടുണ്ട്, നിങ്ങളുടെ അളിയനെ ഇങ്ങോട്ട് വിട്ടേര്, എൻ്റെ അളിയനെ ഞാൻ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്താണെങ്കിലും വളരെ തെറ്റായ ഒരു. മാത്രമല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ മന്ത്രിമാർക്ക് പലപ്പോഴും പേരുദോഷം ഉണ്ടാക്കാനുള്ള പേഴ്സണൽ സ്റ്റാഫുകാരാണ്. അതെ, പലപ്പോഴും അത് ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് എടുത്തില്ലെങ്കിലും അതിന് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വവും ഈ ഒരുപാട് ബയോഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആപ്പടെ വിഷമാവസ്ഥയിലായിരിക്കും. കാര്യം ആരെടുക്കണമെന്നുള്ളത് ലീഗിൽ എത്ര പേര് അപേക്ഷ, 5000 അപേക്ഷ കിട്ടി, 5 മന്ത്രിയുണ്ട്, 5000 അപേക്ഷ. അതാണ്. അപ്പോൾ ഒരു മന്ത്രിക്ക് 1000 പേര് വെച്ചാണ്. അപ്പൊ എന്താണെങ്കിലും ശരി, നമ്മുടെ ഈ ഒരു വിമർശിക്കാറെങ്കിൽ CPM-നുള്ള യാതൊരു അർഹതയും ഇല്ല എന്നുള്ളത് പറയണം. കാരണം മരുമോളെ സഹായിച്ചാണെങ്കിൽ പോലും നല്ലൊരു അമ്മായിയമ്മ ആയിരുന്നുവെങ്കിൽ പോലും അത് ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് പറയുന്നത്. അതെ. എന്താണെങ്കിലും പിന്നെ UDF സർക്കാരിന്റെ തുടക്കത്തിൽ ഒരുപാട് വീഴ്ചകൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇനിയെങ്കിലും അത് നോക്കിയും കണ്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള വിവാദങ്ങൾ ചെന്ന് പെടാൻ പരമാവധി വിവാദങ്ങൾ പെടാതിരിക്കും. എല്ലാ തവണയും UDF സർക്കാരുകൾ വരുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ അതിന് കൂടെ വരാറുണ്ട്. അതിൻ്റെ കാരണം ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും 1-2 പേര് കാണിക്കുന്ന അബദ്ധത്തിൻ്റെ പേരിലായിരിക്കും മൊത്തത്തിൽ അവർക്കൊരു പേരോട് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ കേരളം ഭരിച്ച് മുടിച്ച് ഇമാതിരി ഇത്രയും വൃത്തിയായിട്ട് ജനങ്ങളെ വേർപ്പിച്ച് ജനങ്ങൾ അവസാനം ആട്ടി ഓടിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു ഗ്രേസ് മാർക്ക് കൂടെ കിട്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് ഭരിക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തിന് സ്വന്തം അളിയൻ തന്നെ ആണോ നോക്കുമ്പോൾ അറിയില്ല, ആണെങ്കിലും അകന്ന ബന്ധുവാണെങ്കിൽ പോലും സ്വന്തം ആണെന്നാണ്. അപ്പം പിന്നെ കാര്യത്തിൽ അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും.